ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് കഴിഞ്ഞ 3 മാസമായിട്ട്, ഒക്ടോബർ നവംബർ ഡിസംബർ 4 മാസമായിട്ട് കേരളത്തിൽ അതിശക്തമായ രീതിയിൽ അന്വേഷണം നടക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ കട്ടളയുടെ സ്വർണ്ണം എവിടെയാണ്? കട്ടളയുടെ സ്വർണ്ണം അന്വേഷിച്ചോ? പ്രഭാമണ്ഡലത്തിൻ്റെ കൊള്ള, പ്രഭാമണ്ഡലവുമായി ബന്ധപ്പെട്ട സ്വർണ്ണം എവിടെയാണ്? അന്വേഷിച്ചോ? അതിനകത്ത് എന്തെങ്കിലും തുമ്പുണ്ടോ? ബെല്ലാരിയും മറ്റേ ഇവരുമൊക്കെ വളരെ ഈ സ്മാർട്ട് ക്രിയേഷൻ്റെ ആളുകളൊക്കെ വളരെ കൂളായിട്ട് ഞങ്ങൾക്കിതുമായിട്ടൊരു ബന്ധമില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തൊണ്ടി മുതൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ആകെ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഒരു പിടി സ്വർണ്ണം മാത്രമാണ് കണ്ടെത്തിയത്, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ തൊണ്ടി മുതൽ പോലും കണ്ടെത്താത്ത ഒരു അന്വേഷണം, യഥാർത്ഥ പ്രതികൾ ആര്, ആ പ്രതികളെക്കുറിച്ച് അന്വേഷിക്കാത്ത ഒരു അന്വേഷണം. ആകെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ CPM-ൻ്റെ പ്രതിനിധി പറയുന്നത് ശബരിമല കൊള്ളയൊക്കെ മാറ്റി വെക്ക്, ബാങ്കിൽ കൊടുത്ത 2.5 കോടിയുടെ അന്വേഷിക്കണം എന്നാണ്. അത് നിങ്ങൾ കേസെടുത്ത് അന്വേഷിക്കാതിരിക്കേ, പരാതി കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്തോട്ടെ. നിങ്ങൾ തന്ത്രിയുടെ മണ്ടയ്ക്ക് കയറാൻ മാത്രം നടന്നിട്ട് കാര്യമില്ല. തന്ത്രിയെ വെച്ച് മന്ത്രിയെ രക്ഷിക്കുകയാണ്, തന്ത്രിയെ വെച്ച് ദേവസ്വം ബോർഡിനെ രക്ഷിക്കുകയാണ്, തന്ത്രിയെ വെച്ച് കുറ്റവാളികളെ രക്ഷിക്കുകയാണ്. നിങ്ങൾ തന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെന്ന് എന്നോട് കഴിഞ്ഞ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത് തന്ത്രി കായംകുളം കൊച്ചുണ്ണിയാണെന്നാണ്. ഞാനതിന് മറുപടിയായിട്ട് പറഞ്ഞു, 100 കായംകുളം കൊച്ചുണ്ണി ഈസിക്വൽ ടു ഒരു പിണറായി വിജയനാണ്. 100 കായംകുളം കൊച്ചുണ്ണി ഈസിക്വൽ ടു ഒരു പിണറായി വിജയൻ. കായംകുളം കൊച്ചുണ്ണിയുടെ മുത്തച്ഛനാണ് പിണറായി വിജയൻ. അതുകൊണ്ട് പിണറായി വിജയൻ വളരെ നന്നായിട്ട് അറിയാം, ഈ കേസ് ഏതെങ്കിലും കാരണവശാൽ കൃത്യമായി അന്വേഷിക്കപ്പെട്ടാൽ, ആ അന്വേഷണം യഥാർത്ഥ പ്രതികളിലേക്ക് പോയാൽ, ആ അന്വേഷണം വസ്തുവകകൾ കണ്ടെടുത്താൽ, ആ അന്വേഷണം മുതലുകൾ കണ്ടെടുത്താൽ, പിന്നെ CPM എന്ന് പറയുന്ന സാധനം ഈ കേരളത്തിലില്ല.